എന്ത് ഭക്ഷണം? കൊള്ളാം, ബിരിയാണിയാണല്ലേ? എന്താ എന്താ ഈ കാണിച്ചേ? ഞങ്ങൾ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ ഭക്ഷണം നിലത്തിട്ടല്ലേ? അപ്പൊ ഇവിടെ ഇത് മനഃപൂർവ്വം ചെയ്തതാ, ബോധപൂർവ്വം നിലത്തിട്ടതാ. നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ. മോനെ, ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ നിങ്ങളുടെ കാല് പിടിക്കാൻ ക്ഷമിക്കണം. മോളെ, നീ എത്രമാത്രം കഷ്ടപ്പെട്ടാ ഇതുണ്ടാക്കിയെന്ന് എനിക്കറിയാം. മാപ്പ് തരും മോളെ. അയ്യോ അച്ഛാ, എന്താ ഇത്? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിന്ന് നാടകവും നടത്തുന്നു. ഒന്ന് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇതൊക്കെ ഞാൻ വാരി വൃത്തിയാക്കാം മോനെ. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? പ്ലീസ് അച്ഛാ, അച്ഛൻ ചെല്ല്. സോറി, സത്യമായിട്ട് മോളെ, അറിയാതെ സംഭവിച്ചതാ. അത് നിങ്ങൾ വിശ്വസിക്കണം. ഒക്കെ വിശ്വസിച്ചു. ഒന്ന് പോയാ മാത്രം മതി. അച്ഛൻ ചെല്ല്. എന്നാലും അപ്പു, നമ്മുടെ സന്തോഷം മുഴുവൻ അയാൾ ഇല്ലാതാക്കി കളഞ്ഞല്ലോ. പ്ലീസ് ബാലു, എന്തായാലും അച്ഛനാ, അയാളെന്നൊന്നും വിളിച്ചൂടാ. അമ്മയെ കാണാത്തതിന്റെ വിഷമം ഒരു വശത്ത്, അതിനിടയിലാ ഇങ്ങനെയും കൂടി. സാരമില്ല, അമ്മയോട് നമുക്ക് പറയാം. അതുമല്ല, അമ്മ വരുമ്പോ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരും. വിഷമിക്കണ്ട. ആശുപത്രി ഇന്ന് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പോലെ കുറച്ചു നേരം വർത്തമാനം പറയണം. പിന്നെ ഈ ഗണപതി പ്രതിമ വെക്കാൻ വേണ്ടി ഓരോ മുറിയും കയറി ഇറങ്ങും പോലെ ഓരോ മുറിയും പരിശോധിച്ച് തുടങ്ങണം. കൃഷ്ണമൂർത്തിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ആ സുധാമണിയെ ശരിക്കും ചോദ്യം ചെയ്യണം. അവൾ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പ് ന്യായീകരണങ്ങൾ പറയും. ഒന്നും കേൾക്കാൻ നിൽക്കരുത്. അപ്പൂനെയും വിളിച്ച് അടുത്ത നിമിഷം അവിടെ നിന്ന് ഇറങ്ങണം. സുധാമണി എതിർക്കുകയോ ബഹളം വെക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് പോലീസിനെ വിളിക്കണം. ബാക്കി അവര് നോക്കിക്കൊള്ളും. നമുക്ക് ഇവിടുത്തെ ആ പിള്ളയും സുഭാഷിനെയും ഒക്കെ വിളിച്ചുകൂട്ടി എല്ലാവർക്കുമായിട്ട് അങ്ങ് കയറിയാലോ. അവർക്ക് കാര്യം അറിയാൻ ചെയ്യാലോ. ഹേയ് സന്ദീപ്, അതൊന്നും വേണ്ട. ഇതിപ്പോ നമുക്കതിനെ ഡീൽ ചെയ്ത പോരെ. മമ്മിയൊക്കെ എത്താറായി കാണും. അമ്മ കാണുന്നില്ലല്ലോ ബാലു. അമ്മ വരട്ടെ. അവര് വന്നിട്ട് പോകുന്നത് വരെ പറഞ്ഞതുപോലെ അനങ്ങാതിരുന്നോണം. എനിക്കറിയാൻ മോനെ, നിങ്ങൾ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ഞാൻ അനുസരിക്കും. എങ്കി വാ. ഇവിടെ നിന്നോണം. ഞാൻ ഏറ്റു മോനെ. ഞാൻ ദേ അവിടെ മറഞ്ഞിരിക്കാം. അപ്പൊ പിന്നെ ആരും കാണില്ല. ഇവിടെ ഭയങ്കര പൊടിയാണല്ലോ. കുറച്ചു നേരം പൊടിയൊക്കെ ഒന്ന് സഹിച്ചിരിക്കച്ചാ. പൊടിയൊന്നും പ്രശ്നമല്ല മോളെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എല്ലാം കരുതി തന്നെ ചെയ്തോളാം. ഞാൻ ദേ ഇങ്ങനെ ഒളിച്ചിരിക്കാം.
ആരും എന്നെ അപ്പൊ ശ്രദ്ധിക്കില്ല. ആ അങ്ങനെ ഇരുന്നാ മതി. ആ ഞാനിനി അനങ്ങുകയില്ല. പക്ഷെ മോനെ, സുധ എവിടെ പോയി? നമുക്ക് നോക്കാം. സുധ വന്നു, സുധ വന്നു. സുധേ, ഏയ് വേണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. അപ്പോ അങ്ങോട്ട് ചെല്ല്. ദേ ഇവിടെ ഇരിക്കേ, അനങ്ങരുത്. അമ്മ തന്നെ ആയിരിക്കും. മോളെ ബാലു, സുഖാണോ? സുഖാന്റി, വരൂ. വാ മമ്മി. ഇരിക്കങ്ങളെ. അച്ഛമ്മേ ഇരിക്കേ. ഇരിക്കല് മാത്രല്ല, വിശാലമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സാവകാശേ പോകുന്നുള്ളൂ. പോരെ? ആ അതിനു മുമ്പ് ബാലു, കഴിഞ്ഞ 2 പ്രാവശ്യവും നിങ്ങൾ വീട്ടിൽ വന്നപ്പോ ബാലുവിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന വിധത്തില് ചില സംഭവങ്ങൾ നടന്നു. അതൊക്കെ ബാലു മറക്കണം. ആ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ വിട്ടേക്കൂ. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇന്നു മുതൽ ഒരു പുതിയ തുടക്കമാ. ഇന്ന് പോയില്ല. നീ എത്തിയോ? നീ ഇങ്ങ് തന്നേ. ദേ ഇത് എന്റെ സാഗർ മോന. വാങ്ങിച്ചോ? കണ്ടോ സാഗർ മോൻ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നുണ്ടോ? സ്നേഹമാണ് മക്കളെ ലോകത്തിൽ വലുത്. സാഗറിന്റെ പഠിത്തമൊക്കെ നന്നായി പോകുന്നുണ്ടോ? നന്നായി പോകുന്നുണ്ട്. ഹാ ബാലു, സുധാമണി എവിടെ? സുധാമണിയെ വിളിക്ക്. അമ്മേ, അപർണേച്ചിയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പോ അവർക്ക് എത്തി. ഇനി എന്റെ സമയം വരാറായി. അമ്മേ, അമ്മേ, അമ്മ ഇവിടെ ഇല്ല. അമ്മ ഇത് എവിടെ പോയി? അത് പിന്നെ സുധാമണിക്ക് എന്തു പറ്റി? ദേ എന്റെ വീട്ടുകാരെ ഗംഭീരായിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് അമ്മയ്ക്ക് ഒരേ വാശി. എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങാൻ പോയിരിക്കുക. അതെ. എന്നാലും ഞങ്ങള് വരുമെന്നറിഞ്ഞിട്ടും ഇവിടെ കാത്തു നിൽക്കാത്തത് മോശമായി പോയി. പിന്നെ എന്തു മോശം? നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടല്ലേ സുധാമണി പോയിരിക്കുന്നത്. വരട്ടെ, സാവകാശം വരട്ടെ. ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല. അച്ഛമ്മേ, അയ്യോ അതെന്താ മക്കളെ അച്ചമ്മയ്ക്കായിട്ട് പ്രത്യേക ഒരു ഉമ്മ? ഞങ്ങള് കരുതി അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛമ്മ ചൂടാവുന്ന്. അത് കൊള്ളാം. എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ചൂടാകുന്ന ആളാ ഞാനെന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവും കൊണ്ടാവും. സ്നേഹമുള്ളടത്തേ വഴക്കുണ്ടാവുള്ളൂ. അല്ല, അമ്മ എപ്പോഴാ പോയത്? അമ്മ ഇപ്പൊ പോയതേ ഉള്ളൂ. ഇവൻ ഓരോന്ന് ചോദിച്ചു കൊളമാക്കുമല്ലോ. സാർ, നീ ചെന്ന് ഇവർക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും എടുത്തോണ്ട് വാ. എല്ലാവർക്കും ജ്യൂസ് മതിയല്ലോ. എന്തായാലും മതി, തിരക്കൊന്നും കൂട്ടണ്ട, സാവകാശം എടുത്താ മതി. ഞാൻ ചെല്ലട്ടെ. ചെല്ല്. നിങ്ങളിരിക്കെ. ആ അപ്പു, വിശേഷങ്ങളൊക്കെ പറയേ.
പറയാം പപ്പ. അയ്യോ ആ, ഓ, ഹോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പേടിക്കാതെ. ഞാനേ ദേ ഇവിടെയാ ഒളിച്ചിരിക്കുന്നത്. അതെ, അവര് പോകുന്നത് വരെ അവിടെ തന്നെ ഇരുന്നാ മതി. ആ അല്ല, സുധ വന്നോ? അങ്ങോട്ട് ചെന്നിരിക്കെ. പോ. ഞാൻ പറഞ്ഞതല്ലേ. ചെല്ലങ്ങോട്ട് ഇരിക്കവിടെ. സാറേ, അമ്മ ഇതുവരെ എത്തിയിട്ടില്ല. അമ്മ ഇതെവിടെ പോയി കിടക്കുക? അപർണേച്ചിയുടെ വീട്ടുകാര് സന്തോഷത്തില ഇപ്പൊ. അവർക്ക് ദേഷ്യം വരാതിരുന്നാ മതി. എടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷിപ്പിച്ച് സംസാരിച്ചിട്ട് അമ്മ ഇവിടെ വരുന്നവരെ സമയം നീട്ടണം. സന്തോഷിപ്പിച്ച് സംസാരിച്ച് സമയം നീട്ടുന്നതല്ലേ? സന്തോഷിപ്പിച്ച് സംസാരിച്ച് എങ്ങനെ ആളിനെ പോക്കറ്റിലാക്കണമെന്ന് ഏട്ടൻ കണ്ടോ? വായട്ടാ. നീയൊക്കെ സന്തോഷിക്ക്. താമസിയാതെ സന്തോഷമെല്ലാം സങ്കടമാകുന്നത് കാണാം. താങ്ക് യു. അയ്യോ എടാ, എന്തൊരു രുചിയാ. ആ മോളെ, സുധാമണി എങ്ങോട്ടാ പോയത്? ആ ദേ അമ്മ വന്നു. ഞാനേ ഇതൊക്കെ കൂടെ വാങ്ങിച്ചിട്ടേ ഒരു ഓട്ടോ പിടിച്ചിട്ടാ വന്നേ. അത് വഴി കേടായി. അപർണയുടെ അമ്മ ക്ഷമിക്കണം, അച്ഛമ്മേ ക്ഷമിക്കണം. നിങ്ങളൊക്കെ വന്നപ്പോ ഞാൻ വീട്ടിലില്ലാതിരിക്ക അത് തീരെ ശരിയായ കാര്യമല്ല. ക്ഷമിക്കണം. കൊച്ചെ, ഒറ്റ അടി അങ്ങ് വെച്ചു തരും. സുധാമണി ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയല്ലേ സുധാമണി പുറത്തുപോയത്? ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന ആള് ഞങ്ങളോട് വേണം ക്ഷമിക്കാൻ. ഉദ്ദേശിച്ചതില് നേരത്തെ വന്നതില്. സാഗർ ഞങ്ങൾക്ക് നല്ല ഒന്നാം തരം ജ്യൂസ് ഉണ്ടാക്കി തന്നു. അത് കുടിച്ചോണ്ടിരിക്കുക. ആണോ? സുധാമണി ഗണപതി ഭക്തയാണല്ലേ? അതെ അമ്മേ. മനസ്സിലെപ്പോ ഒരു ദുഃഖം വരുമ്പോ അപ്പൊ ഞാൻ ഭഗവാന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കും. ആ നിമിഷം തന്നെ ആശ്വാസം കിട്ടും. ദേ, സുധാമണിക്ക് വേണ്ടിട്ടേ ഒരു ഗണപതി വിഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ചടങ്ങിന് വരികയല്ലേ, അപ്പൊ ഒരു ദൈവത്തിന്റെ വിഗ്രഹം കൂടി കൊണ്ടുവരാമെന്ന് കരുതി. അമ്മയാ ഇത് വാങ്ങിയത്. എന്തായാലും അച്ഛമ്മ ഞെട്ടിച്ചു. ആ, ഇത് ഞങ്ങളായിട്ട് തന്നെ ഒരു മുറിയിൽ വെക്കാം. അതിങ്ങ് തന്നാ മതി, ഞങ്ങൾ തന്നെ വെച്ചോളാം. അതെ, നല്ലൊരു സ്ഥലം നോക്കിട്ടേ ഞങ്ങൾ തന്നെ വെച്ചോളാം. അയ്യോ വേണ്ട മോനെ, നീ ബുദ്ധിമുട്ടണ്ട. അച്ഛമ്മേ, അതിങ്ങി തന്നേക്ക്. ഏയ്, ഓരോന്നും അതിന്റെ വിധിപ്രകാരമേ ചെയ്യാവൂ. ഞങ്ങൾ തന്നെ വെക്കാം. യാമിനി, എല്ലാരും വന്നേ.
ആ മുറിയിൽ വെക്കാം. എല്ലാരും ഇങ്ങോട്ട് വന്നേ. വാ, വാ, അച്ഛമ്മ. വാ, വാ. അച്ഛമ്മേ. വാ. അദ്ദേഹം എവിടെയുള്ള? അടുക്കളയിലാമേ. സന്ദീപേ, ബാത്റൂമിന്റെ അവിടെ നോക്ക്. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ വെച്ചോളൂ അമ്മേ. എവിടെ? അവിടെ അവിടെ. അമ്മേ, അതെ, ഈ ഗണപതി വിഗ്രഹം വെക്കാനായിട്ടെ ഈ മുറി എത്ര കൊള്ളിലാന്ന് തോന്നുന്നു. ശരിയാ, സത്യം. ഈ മുറിയിലെ കിഴക്ക് ദർശനം അത്ര നന്നല്ല. അച്ഛമ്മേ, അതിങ്ങി തന്നേക്ക്. ഞാൻ സൗകര്യമായിട്ട് ഒരിടത്ത് വെച്ചോളാം. അയ്യോ, ചുമ്മാ അങ്ങനെ എവിടെയെങ്കിലും വെക്കാനുള്ളതല്ല. നമുക്കേ മറ്റേതെങ്കിലും സ്ഥലം നോക്കാം. യാമിനി, മോള് വാ, ദാ അങ്ങോട്ടൊന്ന് നോക്കാം. ചേട്ടാ നീ വാ. നമുക്ക് എവിടെ വെക്കാം? ഇനി ഒരു കാര്യം ചെയ്യാമേ, അപ്പു പറഞ്ഞതുപോലെ അപ്പുവിനെ തന്നെ ഏൽപ്പിച്ചേക്ക്. അത് പറ്റില്ല. നമ്മൾ കൊണ്ടുവന്ന സമ്മാനം നമ്മൾ തന്നെ അതിന്റെ ഗുരുത്വത്തോടെ സ്ഥാപിക്കണം. ആരുടെയോ ചുമ കേട്ട പോലെ തോന്നുന്നു. അതെ, ഞാൻ ചുമച്ചതാ. മഴ നനഞ്ഞ എന്നെ ചെറിയൊരു ചുമയും ജലദോഷവും ഉണ്ട്. അയ്യോ, വീണ്ടും ചുമ. ഇവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അത് അപ്പുറത്തെ ബ്ലോക്കിൽ നിന്ന് ആരോ ചുമച്ചതാ. വീടൊക്കെ തൊട്ടടുത്തായതുകൊണ്ടേ അപ്പുറത്തെ ശബ്ദവും ഇവിടെയാണെന്ന് തോന്നുന്നതാ. ബാലു, അപ്പു, ഇവിടെ വേറെ ആര് വന്നാലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്തായാലും ചോദിക്കുക, ഇന്ന് വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പോ നമ്മള് എടാ, നീ ചുമക്കുന്നത് ഏതോ കള്ളം ഒളിപ്പിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ മോളുടെ വീട്ടിൽ ആരാണെന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ടല്ലോ. എല്ലാരും വന്നേ, വാ വാ വന്നേ. അമ്മേ, ഒരാളിരിക്കുന്നു. അതാരാ സുധാമണി? നിങ്ങളുടെ ഗസ്റ്റ് ആരെങ്കിലും ആണോ? അഥവാ ഗസ്റ്റ് ആണെങ്കിലും എന്തിനാ ഒളിപ്പിച്ചിരുത്തിരിക്കുന്നത്? അത് ഞങ്ങളുടെ വകയിലൊരു ബന്ധുവാ. സുധാമണി, ഇത് ശരിയല്ല. ഈ വീട്ടിൽ ആരും ഇല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടേ ഇതിപ്പോ ആരാ?